ഈ ശബരിമല ഏകോപനത്തിലെ സർക്കാരിന്റെ വൻ വീഴ്ചയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. കാരണം നവകേരളയുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിക്ക് ആയിരക്കണക്കിന് പോലീസുകാരെ നിയോഗിക്കുന്നു, പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്നു, അതൊരു ഭാഗത്ത്. പക്ഷേ ഇവിടെ കഷ്ടപ്പെട്ട വ്രതം നോറ്റ് ശബരിമലയിൽ എത്തുന്ന ഭക്തർ തീരാ ദുരിതം അനുഭവിക്കുകയാണ്. വകുപ്പുകൾ തമ്മിൽ യാതൊരു ഏകോപനവും ഇല്ലാത്ത ഒരു സാഹചര്യവും. രോഹിണി, ശബരിമലയെ സംബന്ധിച്ചിടത്തോളം സാധാരണ 9ഓളം വകുപ്പുകളുടെ ഒരു ഏകോപനം ശബരിമലയുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷങ്ങളിലും നടക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഈ വകുപ്പുകളുടെ ഏകോപനത്തിൽ വലിയ വീഴ്ചയുണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വീഴ്ച തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശബരിമലയിൽ അയ്യപ്പ ഭക്തർ അനുഭവിച്ചതും അവർ നേരിട്ട പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം നമ്മൾ മറ്റു മാധ്യമങ്ങളായിരുന്നാലും നമ്മളായിരുന്നാലും ഈ പുറത്ത് കൊണ്ടുവന്നിരുന്നതും. അതായത് കുട്ടികളടക്കം അവിടെ വിഷമിക്കുന്ന സാഹചര്യം, തീർത്ഥാടകർക്ക് വേണ്ട രീതിയിൽ ദർശനം നടത്തുന്നതിന് ആവശ്യമായ സൗകര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ ഈ ഏകോപനത്തിൽ, വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിൽ പ്രധാനമായും വീഴ്ചയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ നവകേരള സദസ്സ് തന്നെയാണ്. കാരണം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ക്യാബിനറ്റ് ഒന്നടങ്കം ഈ 140 നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും ഈ ശബരിമല തീർത്ഥാടനത്തിന്റെ കാര്യത്തിൽ ഒരു വീഴ്ചയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ഏകോപനങ്ങൾ, പല വകുപ്പുകൾ തമ്മിൽ ഏകോപിപ്പിക്കേണ്ട കാര്യങ്ങളിൽ വീഴ്ചയുണ്ടായി. ഉദ്യോഗസ്ഥർ, ഈ മന്ത്രിമാർ ഈ പ്രദേശങ്ങളിൽ എത്തുന്ന സമയത്ത് ഉദ്യോഗസ്ഥർ ഒന്നടങ്കം ഈ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നില്ല. അതിനുള്ള ഏകോപനത്തിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് മന്ത്രിയെ തന്നെ ഈ നവകേരള സദസ്സിൽ നിന്നും ഒഴിവാക്കി ഇന്ന് യോഗത്തിൽ പങ്കെടുക്കാനെല്ലാം സർക്കാർ നിർദ്ദേശിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. അത് സർക്കാരിൽ നിന്ന് തന്നെ സമ്മതിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു കാര്യം വ്യക്തമായിരുന്നു. വലിയ പോലീസ് അതായത് പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ നിയോഗിക്കുന്ന കാര്യങ്ങളിൽ വരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വീഴ്ച പറ്റി എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിൽ വന്ന വലിയ വീഴ്ചയാണ് ഇത്തവണത്തെ ഈ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഭക്തർ നേരിടേണ്ടി വന്ന ഈ ബുദ്ധിമുട്ടിന് പ്രധാന കാരണമെന്ന കാര്യത്തിൽ സംശയമില്ല. രോഹിണി, ശരി. ചന്തു ചന്ദ്രശേഖറാണ് വിവരങ്ങൾ നൽകിയത്.